ഹലോ, ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് കൺമഷിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇങ്ങനെ കാണിക്കുന്നത്. കഞ്ഞുണ്ണി, പനിക്കൂർക്ക, കൃഷ്ണതുളസി, തുമ്പ, മുക്കുറ്റി. ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് ഞാനിന്ന് കൺമഷി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായി വാഷ് ചെയ്തിട്ട് കുനുകുനായി അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല കോട്ടൻ്റെ ഒരു 4-5 പീസാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ജ്യൂസിൽ നമ്മൾ നന്നായിട്ട് മുക്കിയിട്ട് ഒന്ന് വെയിലത്ത് വെക്കരുത്, തണലത്ത് വെച്ചിട്ട് തന്നെ നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലാ കോട്ടൻ്റെ പീസും അതേപോലെ തന്നെ മുക്കിയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം വീണ്ടും ഈ ജ്യൂസ് കഴിയുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊരു തിരി പോലെ മടക്കി വെച്ചതിന് ശേഷം കുറച്ച് വിളക്കെണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒരു എണ്ണ ഒഴിച്ചിട്ട് നമ്മളത് കത്തിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്റ്റീലിൻ്റെ എന്തിൻ്റെ ആയാലും കുഴപ്പമില്ല, ഒരു കിണ്ണം നമുക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ആ കരിയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചട്ടിയുടെ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അതാ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിൻ്റെ കരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ എഴുതി കൊടുക്കുക, സൂപ്പറാണ്. കണ്ണിനൊന്നും ഒരു കെമിക്കൽസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് നല്ല അടിപൊളി കൺമഷി നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ മറക്കരുത്.